വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന ഒരു സ്വീറ്റ് റെസിപ്പി നോക്കാം. ബ്രെഡ് ഹൽവയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി, അതുപോലെ കുറച്ച് സമയം മതി കേട്ടോ ഈ ഒരു ഹൽവ റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയുള്ള ബ്രെഡ് ഒന്ന് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഞാൻ മിൽക്ക് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്, ഒരു 6 പീസ് എടുത്തിട്ടുണ്ട്. സൈഡ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നടുവേയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇനി നെയ്യിലൊന്ന് ഇത് മുരിയിച്ചെടുക്കണേ. അപ്പോൾ ഇതാ പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് ഈ ബ്രെഡ് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന നെയ്യ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ സർവയുടെ നല്ല അടിപൊളി കൗഗിയാണ് കേട്ടോ ഇവിടെ എടുത്തത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്യില്ലേ, അതിൻ്റെ ടേസ്റ്റും സ്മെല്ലും ടെക്സ്ചറും ഒക്കെ തന്നെയാണ് കേട്ടോ ഈ നെയ്ക്ക്. ശരിക്കും ഈ ഒരു നെയ്യ് കുറച്ച് ഒഴിച്ചാൽ മതി, അത്രയ്ക്ക് സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നെയ്യ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. കൂടെ നമ്മളെ കൂപ്പൺ കോഡായ ഹോം മേക്കർ യൂസ് ചെയ്യുകയാണെങ്കിൽ 1 കിലോ നെയ്യിൽ 300 രൂപ നിങ്ങൾക്ക് കുറച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് മേടിച്ച് നോക്കേ. ഈ ബ്രെഡൊക്കെ നന്നായിട്ട് മുരിയിച്ച് മാറ്റി വെച്ചു. അതിലേക്ക് തന്നെ കുറച്ച് കാഷ്നട്ട് ഇട്ടിട്ട് അതുകൂടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ പാനിൽ തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അലിയിപ്പിച്ചെടുക്കാം. പഞ്ചസാര അലിഞ്ഞ് കിട്ടുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്ത ബ്രെഡ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ ഒരു പഞ്ചസാര സിറപ്പിൽ കിടന്നിട്ട് ബ്രെഡ് നന്നായിട്ട് പൊടിഞ്ഞു വരും കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ഏലക്കാ പൊടിയും നമ്മൾ വറുത്ത് വെച്ച നട്ട്സും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് എടുത്താൽ നല്ല അടിപൊളി ഹൽവ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്